സിനിമാ മേഖലയിൽ രാസലഹരി ഉപയോഗം വ്യാപകമെന്ന് നടൻ ഷൈൻ ടോം ചാക്കോയുടെ നിർണായക മൊഴി. പല നടന്മാരും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പഴി മുഴുവൻ തനിക്കും മറ്റൊരു നടനും മാത്രമാണെന്ന് ഷൈൻ ടോം ചാക്കോ പോലീസിനോട് പറഞ്ഞു. നടന്മാർക്കായി ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ടെന്നും പലരുടെയും പേരുകൾ തനിക്ക് അറിയാം എന്നുമാണ് വെളിപ്പെടുത്തൽ. തനിക്കെതിരെയുള്ള ലഹരി കേസ് റദ്ദാക്കാൻ കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് ഷൈൻ ടോം ചാക്കോ. വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അതുപോലെ വിഷ്ണു സുരേഷും വിശദാംശങ്ങളുമായി ചേരും. ആദ്യം എസ് ശ്യാംകുമാറിലേക്കാണ്. ശ്യാം, കോടതിയെ സമീപിക്കാനുള്ള നീക്കം ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. പ്രത്യേകിച്ച് ഹോട്ടലിലെ പരിശോധനയിലൊന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം. അതുണ്ടെങ്കിലും വിശദമായ തെളിവ് ശേഖരണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയിലുള്ള ഷൈൻ്റെ ഈ നീക്കം അതിനെ എങ്ങനെ കാണണം ശ്യാം? നിലവിൽ അഭിഭാഷകരുമായി നടത്തിയ കൂടിക്കാഴ്ച, അതിനുശേഷം ലഭിച്ച നിയമോപദേശം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ദുർബലമായ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഷൈൻ ടോം ചാക്കോ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഇന്നലെ ആ വകുപ്പുകൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്തിയപ്പോൾ തന്നെ ഇത്ര ദുർബലമായ ഒരു കുറ്റപത്രം നിലനിൽക്കുമോ എന്ന സംശയം പലരും ഉന്നയിച്ചിരുന്നു. അതുതന്നെയാണ് അഭിഭാഷകർക്കും ലഭിക്കുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസം. കാരണം ഈ കുറ്റകൃത്യത്തിൽ ലഹരിയുടെ സാന്നിധ്യം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടി ലഹരി കച്ചവടക്കാരുമായി ഷൈൻ ബന്ധപ്പെട്ടു എന്നുള്ളതാണ് പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. മറ്റൊന്ന്, ഷൈൻ്റെ കൂട്ടത്തിൽ അറസ്റ്റിലായ രണ്ടാം പ്രതിക്ക് 20,000 രൂപ നൽകി എന്നുള്ളതാണ്. പക്ഷേ അത് ലഹരി വാങ്ങാനാണ് എന്ന് സ്ഥാപിക്കാൻ പോലീസ് പാടുപെടും. മൂന്നാമത്, ഇത് ഗൂഢാലോചന ലഹരിക്ക് വേണ്ടി നടന്നു, അതിനുവേണ്ടി ഹോട്ടലിൽ മുറിയെടുത്തു എന്ന് പോലീസ് പറയുമ്പോഴും അതിനും വ്യക്തമായൊരു തെളിവ് ഹാജരാക്കാൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത്ര ദുർബലമായ കുറ്റപത്രമാണ്, എഫ്ഐആർ ആണ് ഇന്നലെ ഷൈന് മേൽ ചുമത്തപ്പെടുകയും ഷൈനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് അഭിഭാഷകർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നതും. അത് കോടതിയെ സമീപിച്ച് ഇക്കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് പോലീസിനും അന്വേഷണ സംഘത്തിനും വലിയ തിരിച്ചടിയാകും, എഫ്ഐആർ റദ്ദാക്കപ്പെടാനിടയാകും എന്ന ആത്മവിശ്വാസം അവർ വച്ചു പുലർത്തുന്നതും ഇതേ സാഹചര്യത്തിലാണ്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ നടത്തിയ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത് നടന്മാർക്കായിട്ട് ലഹരി പാർട്ടി നടത്തുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ്. ഏതായാലും ഷൈൻ അധികം വൈകാതെ തന്നെ കോടതിയെ സമീപിക്കും. ഒരുപക്ഷെ നാളെ ചോദ്യം ചെയ്യലിന് ഷൈൻ ഹാജരാകുമ്പോൾ അഭിഭാഷകർ ഒരുപക്ഷെ ഇക്കാര്യം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ശ്യാമതിൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നുണ്ട്, ഫോൺ വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട്, ആരൊക്കെയായി ഇടപാടുകൾ നടത്തി എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. അതേസമയം തന്നെ രാസപരിശോധനാ ഫലത്തിനായി കാത്തു നിൽക്കുന്നുണ്ട്. രാസപരിശോധനാ ഫലം ഒരുപക്ഷെ പോസിറ്റീവ് ആകുകയാണെങ്കിൽ കൂടുതൽ വകുപ്പുകളിലേക്ക്, കൂടുതൽ കർശനമായ നിലപാടിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത് ശ്യാം? റീജിത്ത്, ഇതിൽ 2 തരത്തിലുള്ള രാസപരിശോധനയാണ് ഇന്നലെ. അതിനു വേണ്ടിയിട്ടാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. ഒന്ന് മുടി, നഖം, ഷൈൻ്റെ രക്തം, മൂത്രം, അങ്ങനെ അതൊക്കെ ശേഖരിച്ചത്. അതിൽ 2 തരത്തിലുള്ള പരിശോധനകൾ നടക്കുമ്പോൾ ആദ്യ പരിശോധനാ ഫലങ്ങൾ 3 ദിവസത്തിനകം, അതായത് ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ പോലീസിന് ലഭിക്കും. അതിൽ ഷൈൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തമാകും. ഷൈൻ നൽകിയ മൊഴിപ്രകാരവും ഈ പോലീസ് വരുന്ന ദിവസങ്ങളിലോ അതിന് മുൻപത്തെ ദിവസങ്ങളിലോ താൻ നിരോധിത ലഹരികൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് മുടിയും നഖവുമാണ്. അതിൻ്റെ പരിശോധന 3 മാസം മുതൽ ഒരുപക്ഷെ 1 മാസം അതിൻ്റെ പരിശോധന ഫലം ലഭിക്കാനായിട്ട് എടുത്തേക്കാം. 3 മാസം മുതൽ 6 മാസം വരെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിശോധനയിൽ കണ്ടെത്താനും സാധിക്കും. ഏതായാലും ആദ്യ പരിശോധനാ ഫലത്തിനാണ് പോലീസ് കാത്തിരിക്കുന്നത്. അതിൽ നെഗറ്റീവ് ആണെങ്കിൽ തന്നെ ഈ ദുർബലമായ കുറ്റപത്രം തനിക്കുമേൽ കെട്ടിച്ചമച്ചതാണ് എന്ന ഷൈൻ്റെ വാദത്തിന് കൂടുതൽ ബലം നൽകുകയും അത് കോടതിയിൽ ഷൈൻ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. ഇതൊക്കെ അറിയാവുന്ന പോലീസ് തന്നെയാണ് ഇത്ര ദുർബലമായ ഒരു കുറ്റപത്രം, ഇത്ര ദുർബലമായ ഒരു എഫ്ഐആർ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രണ്ടാമത്തെ പരിശോധനാ ഫലത്തിന് ഏകദേശം 1 മാസം വരെ കാത്തിരിക്കേണ്ടി വരും. അത് തിരുവനന്തപുരത്ത് ഫോറൻസിക് ലബോറട്ടറിയിലാണ് ആ പരിശോധന നടക്കേണ്ടതും അതിൻ്റെ റിസൾട്ട് വരേണ്ടതും. അതും കൂടി വരുമ്പോൾ മാത്രമാകും ഈ കേസിൽ കൂടുതൽ കാര്യങ്ങൾ പോലീസിനും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിനു മുൻപ് തന്നെ കോടതി ഷൈൻ്റെ വാദം അംഗീകരിച്ചാൽ അത് പോലീസിന് വീണ്ടും തിരിച്ചടിയാകും. ഒന്നാമത്തെ കേസ് കൊക്കൈൻ കേസിൽ ഷൈനെ വെറുതെ വിട്ടതാണ്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ കേസുമായി ബന്ധപ്പെടുത്തി സിനിമാ മേഖലയിലേക്ക് എത്രത്തോളം പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്ന്, എക്സൈസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ശ്രദ്ധേയമായി ഇനി നോക്കി കാണുന്നത്. സിനിമാ മേഖലയിൽ വ്യാപകമായി ലഹരി ഉപയോഗമുണ്ട് എന്നാണ് നടൻ നൽകിയിരിക്കുന്ന മൊഴി. അതിൽ തൻ്റെ പേരും മറ്റൊരു നടൻ്റെ പേരും മാത്രം വലിച്ചിഴയ്ക്കുകയാണ്. ഒരുപാട് പേർ ഈ സംഘടിപ്പിക്കപ്പെടുന്ന ലഹരി പാർട്ടികളിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് നടന്മാർ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള മൊഴിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയിലേക്ക് എത്രത്തോളം വലിയൊരു അന്വേഷണത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ കടക്കും എന്നുള്ളത് ശ്രദ്ധേയമാണ്.